അമ്മോയ് ഞാൻ ഇറങ്ങണേ അമ്മ. അത് ശരി, ഇതുവരെയായിട്ട് പോയില്ലേ? നീ കുറെ നേരം കൊണ്ട് ഇറങ്ങണം തൊട്ട് പോയില്ലേ ഇതുവരെ? അല്ല അമ്മ, ഈ ഫണ്ടൊന്നും കയ്യിലില്ലേ? ഏത് ഫണ്ട്? അല്ല ഈ ഫണ്ട്. ഇവിടുന്ന് ബസ്സിൽ കയറുക, കോളേജിൽ പോയി ഇറങ്ങുക, അവിടെ നിന്ന് തിരിച്ച് ബസ്സിൽ കയറുക, വീട്ടിലിവിടെ വരാം. അത് അതിന് ഫണ്ടെന്തിന്? വട്ടച്ചെലവിനല്ലോ വേണ്ടമ്മ. ഓ അട്ടച്ചെലവിനുള്ള കാശ് നിന്റെ കയ്യിലുണ്ട് കേട്ടാ. അല്ല അതെന്റെ ഉണ്ട്, പക്ഷെ അമ്മ എൻ്റെ തന്നു കഴിഞ്ഞാൽ എൻ്റെ ഉള്ള പൈസ അവിടെ തന്നെ ഇരിക്കുമല്ലോ. അമ്മ എനിക്ക് പൈസ തരുമ്പോളേ ഒട്ടച്ചെലവിന് തരാൻ അവിടെ ആളിരിപ്പുണ്ട്, ചെന്ന് മേടിച്ചോ. അച്ഛനാ? ചെല്ലടാ. ഞാൻ എല്ലാം കേട്ടോണ്ടാണ് അവിടെ ഇരിക്കുന്നത്. എൻ്റെ 500 രൂപ വിടറ. 500 എന്തിനു മേടിച്ചത്? എന്തിനാ 500 രൂപ മേടിച്ചത്? എന്തിനമ്മ ഇതൊരുമാതിരി കൊച്ചു പിള്ളേർക്ക് ചോദ്യം ചോദിക്കണമല്ലോ. ഞാൻ ഒന്നുമില്ലല്ലോ, കോളേജ് കുമാരനല്ലേ. പറയടാ, 500 നീ എന്ത് ചെയ്ത്? അത് ഞാനും അച്ഛനും തമ്മിലുള്ള ഡീലിങ്സ് ആകുമ്പോൾ ഞാൻ അച്ഛനെ പൈസ അയച്ചു കൊടുക്കും. മോനെ കേശു, എന്താ 500 രൂപയുണ്ട്, ആവശ്യമില്ലാതെ ചെലവാക്കി കളയരുത്. മാമി എന്തിനാണ് പൈസ കൊടുക്കണത്? എടാ അവന് കുറച്ചായി ഞാൻ പൈസയൊക്കെ കൊടുത്തിട്ട്. താങ്ക് യു അമ്മൂമ്മ. എൻ്റെ പൈസ പത്ത്. അച്ഛൻ്റെ പൈസ അച്ഛൻ എനിക്കാണ് തന്നെ. അവൻ്റെ കയ്യിൽ നേരിട്ടല്ലേ അച്ഛൻ കൊടുത്തേ. അവൻ്റെ നേരത്തെ കൊടുത്താൽ നീ എന്നെ പൈസ വാങ്ങിച്ചത് തന്നെ. അതല്ല ഞാൻ പറഞ്ഞു, ഞാൻ തിരിച്ചു തരാന്ന്. അപ്പൊ നീ തിരിച്ചു തരണം. ഓ തരാ. അവരെ തിരിച്ചു തരേണ്ടത്. അല്ല ഞാൻ തിരിച്ചു തരാം. അവൻ തിരിച്ചു തരുമ്പോ അല്ല വേണ്ട, ഞാൻ അച്ഛൻ തിരിച്ചു തരാം. ചേട്ടൻ തിരിച്ചു തരുമോ പൈസ? അച്ഛാ അവന്റെ കാര്യം ഭയങ്കര കഷ്ടം പിടിച്ച കേസാണ്. അവൻ അങ്ങനെ പൈസ മേടിച്ചിട്ടുണ്ടോ ഞാൻ ചോദിക്കാറൊന്നുമില്ല. അവൻ തന്നാ അത്ര തന്നെ. അവൻ്റെ അച്ഛനാണെങ്കിൽ സെക്യൂരിറ്റി പണിക്കാണ് പോണത്, അമ്മയ്ക്കാണെങ്കിൽ ഒട്ടും വയ്യ. മാസം അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ തന്നെ എല്ലാവരും കുറെ പൈസയും. ഓരോരുത്തരുടെ കഷ്ടങ്ങളൊക്കെ കേൾക്കുമ്പോഴേ നമ്മൾ സ്വർഗത്തിലാണ് ജീവിക്കണമെന്ന് തോന്നുന്നു. അല്ലേ മാമി? ഞങ്ങൾ പോയിട്ട് വരാല്ലേ? എവിടെ പോണ്ടേ? പുറത്ത്. കുട്ടമ്മ ജംഗ്ഷൻ വരെ ഞാനും കൂടെ കാണും. എവിടെ പോണെന്ന് പറഞ്ഞിട്ട് വയ്ക്കൂടെ? ഒരു അത്യാവശ്യം വന്നാൽ പുറത്ത് പോകണ്ടേ? ഇതെന്തോന്ന് ഒരു കാര്യം വന്ന് പുറത്ത് പോകുമ്പോഴത്തേക്ക് എല്ലാവരും തത്തിക്ക് ചോദിച്ചോണ്ടിരിക്കണേ. വെറുതെ ചോദിച്ചടേ. നമ്മള് പോകാൻ കേട്ട് ഇവിടെ കിടക്കയില്ലേ, അതുകൊണ്ട് ചോദിച്ചതന്നേ ഉള്ളു. അപ്പൊ എന്തോന്നേട്ടാ എവിടെങ്കിലും പോയിറങ്ങുമ്പോ സന്തോഷത്തോടെ പറഞ്ഞോണ്ടേ, ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണ? നിന്റെ വർത്താനം കേട്ടപ്പോ ഞാൻ എങ്ങനെ മറുപടി പറയണം? പൈസയുടെ തിമിര അല്ലാനും തോന്നുന്നു. പൈസയുടെ തിമിരാ? ഞാനൊന്നും പറയാനില്ല. പറഞ്ഞിട്ട് പാടാ ഒരു ടാറ്റ. ഭർത്താവിനെ സൂക്ഷിച്ചുകൊണ്ടാണ്, കൈ നീ പിടിവിടല്ല, കൂട്ടം തെറ്റി എവിടെയെങ്കിലും വെക്കളായി. കൂട്ടം തെറ്റി വഴിതെറ്റി പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞു ആവയല്ലേ? എടാ പാട്ട് ഉത്സവത്തിന് നീ ആ പാടം നീ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. എൻ്റെ കൈ തൂക്കി തരണടാ നീ പറഞ്ഞത്. ഉച്ച കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി കമ്മിറ്റി ഓഫീസിൽ കിടന്ന് കറി മൈക്കൂടാ. ശ്രീകുട്ടനെ കാണാനില്ല, പെട്ടെന്ന് ഇവിടെ കരച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റൈലിന് വേണ്ടി വരേണ്ടതാണ്. കണ്ടാ അവനാണ് ഒരു ചാടാണിയത്. വൈകിട്ട് വാപ്പോ. ഇനിയിപ്പോൾ കൈവിട്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ വഴിതെറ്റി പോയാലാ ഒരു കാര്യം ചെയ്യാം, ഞാൻ കൂടെ അങ്ങ് നിൽക്കാം. എന്നെ തോളിങ് എടുത്തോ കൊണ്ടുപോ പോ. എനിക്ക് നടുവയ്യ പോ മാമാ. വലുതായിട്ട് അവൻ തോളിച്ചെടുക്കണം. വല്ല കാര്യമുണ്ടോ? വന്ന് ചോദിച്ച് മേടിച്ചോണ്ട് പോവാണ്. മര്യാദയ്ക്ക് പോയാ പോരായിരുന്നാ? ഞാൻ വരാം. നല്ല വേണ്ടിട്ടുണ്ടാവും. പോട്ടെ അമ്മ.